വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ആ വ്യാപാരികൾക്ക് ഒരു പ്രശ്നം വന്നാൽ, അവർക്കൊരു സങ്കടം വന്നാൽ കണ്ണീരൊപ്പാൻ ഈ സംഘടന തന്നെ ഉള്ളൂ എന്ന് ആദ്യം നമുക്ക് ബോധ്യമാണ്. ഈ ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ഏകദേശം 4 കൊല്ലം മേലെയായി ഈ സംഘടനയിൽ ആരംഭിച്ചിട്ട് 78 കോടി രൂപ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ വീടുകളിൽ പൈസ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് ഏകോപന സമിതി കരുതിയാണ്. 78 കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ. ഭദ്രം സുരക്ഷാ പദ്ധതിയിലും ഭദ്രം പ്ലസ് പദ്ധതിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർ മരിച്ച വീടുകളിലും അസുഖബാധിതരായവരുടെ വീടുകളിലും എത്തിച്ചു കൊടുത്ത പണമാണ് 78 കോടി രൂപ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒത്തിരി നല്ല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊരു കാര്യം, ഒരു ശ്രദ്ധ എനിക്ക് പറയാനുള്ളത്, ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനം പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് വീടില്ല എങ്കിൽ 3, 4, 5 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ടെന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. 500 സ്ക്വയർ ഫീറ്റും 550 സ്ക്വയർ ഫീറ്റും വീട് പണിതു കൊടുക്കാൻ ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് വീടില്ല, സ്ഥലമുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു എടക്കളത്തൂരിനെ സമീപിച്ചാൽ അപേക്ഷ അവിടെ ചെല്ലും. അടുത്ത മാസം ജൂൺ മാസം 13 നിയോജക മണ്ഡലങ്ങളിലും തറക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുക. യൂണിറ്റ് പ്രസിഡന്റ് സലീഷ് നടുവിൽ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ഉണ്ണി വെളിയത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് പിടിയത്ത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ബിജു എടക്കളത്തൂർ വരണാധികാരിയായ തിരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി സലീഷ് നടുവിൽ, സെക്രട്ടറിയായി ആന്റണി വിജയ്, ട്രഷററായി വിൻസെന്റ് പിടിയത്ത് എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. യൂണിറ്റ് സെക്രട്ടറി PJ ആന്റണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ എന്നിവരും പൊതുയോഗത്തിൽ പങ്കെടുത്തു.